ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൽ നാച്ചുറൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയ ഐയെ പറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന നമുക്ക് കുറേ കൂടെ പരിചയമായിട്ടുള്ള അല്ലേ, എല്ലാവർക്കും ബയോളജി ലാബിലും ഒക്കെ പരിചയമായിട്ടുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പറ്റിയാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് നോക്കുന്നു. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ് മാത്രം. നാച്ചുറൽ ആയിട്ടുള്ള അവർ ഐസ് ഈസ് എ നാച്ചുറൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് which forms large image of close and minute object. വളരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ വസ്തുക്കളെ അടുത്ത് വെച്ചാൽ വളരെ വലുതാക്കി കാണിക്കുന്ന ആളാണ് ആര്? സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇമേജ് ഓഫ് അല്ലേ, ലാർജ് ഇമേജ്. ആരുടെ ലാർജ് ഇമേജ്? ക്ലോസ് ആൻഡ് മൈന്യൂട്ട് ഒബ്ജക്റ്റ്. വളരെ ക്ലോസ് ആയതും മൈന്യൂട്ടായിട്ടുള്ളതുമായ ഒബ്ജക്റ്റിൻ്റെ ലാർജ് ഇമേജ് ആണ് ആര് തരിക? സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓൾറെഡി അറിയാം, ഇറ്റ്സ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഫോംസ്, അതെന്ത് തരുന്നു? ലാർജ് ഇമേജ് ഓഫ് ക്ലോസ് ആൻഡ് മൈന്യൂട്ട് ഒബ്ജക്റ്റ്. ക്ലോസും മൈന്യൂട്ടുമായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ വലിയ ലാർജ് ഇമേജ് തരുന്ന ആളാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് എ കൺവേർജിങ് ലെൻസ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ലെൻസ് സൈഡിലേക്ക് പോയാലോ, ഇറ്റ് ഈസ് എ കൺവേർജിങ് ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് സ്മോൾ. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? വളരെ ചെറിയ ഫോക്കൽ ലെങ്ത്. വൺസ് അഗെയിൻ, സ്മോൾ ഫോക്കൽ ലെങ്ത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? സ്മോൾ ഫോക്കൽ ലെങ്ത് ആണ്. അതൊരു കൺവേർജിങ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. സ്മോൾ ഫോക്കൽ ലെങ്ത്. ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നു. ദാറ്റ്സ് വൈ ഐ ആം റൈറ്റിംഗ് ഇൻ ഇറ്റ്സ് റെഡ് കളർ. സ്മോൾ ഫോക്കൽ ലെങ്ത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ, ഇനി നമുക്ക് നോക്കാം ഒബ്ജക്റ്റ് ലെസ് ദാൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്. വിത്തിൻ ദ ഫോക്കസിലാണെങ്കിൽ when an object is at a distance less than the focal length of lens, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാൾ കുറവിലാണെങ്കിൽ ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. എവിടെയാണെങ്കിൽ ഇതാണ് ഫോക്കസ്, മേ ബി ഇതാണ് ഫോക്കസ്, ഇതാണ് ലെൻസ്. വിത്തിൻ ദ ഫോക്കസ് ആണെങ്കിൽ ഇവിടെ ആവാം വസ്തു വയ്ക്കുന്നത്. വിത്തിൻ ദ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ when the object is at a distance less than the focal length, within the focus ആണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? സെയിം സൈഡിലായിരിക്കും, ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിലായിരിക്കും. എങ്ങനെയാണ്? വെർച്വൽ, വെർച്വൽ. ഇറക്റ്റ് എന്ന് പറഞ്ഞത് സ്ട്രൈറ്റ്, ആൻഡ് മാഗ്നിഫൈഡ്, ലാർജർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. when the object is at a distance equal to focal length. രണ്ടാമത്തെ കണ്ടീഷൻ, ഫോക്കസിലാണ് ഒബ്ജക്റ്റ്. when the object is at focus, when the object is at a distance equal to focal length, the image is formed at infinity. എവിടെ ഫോം ചെയ്യുന്നു? ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നു. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഡെറിവേഷൻസിലേക്കൊക്കെ പോകുന്നത്. രണ്ട് കണ്ടീഷനാണ്, വിത്തിൻ ദ ഫോക്കസും ദെൻ അറ്റ് ഫോക്കസും. വിത്തിൻ ദ ഫോക്കസ് ആണെങ്കിൽ വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആണ് ഇമേജ്. ഫോക്കസിലാണെങ്കിൽ ആ ഇമേജ് ഉണ്ടാവുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ഡെറിവേഷനിലേക്കാണ് പോണത്. സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പറഞ്ഞു രണ്ട് കേസസ് ഉണ്ട് പറഞ്ഞു. അതിലെ കേസ് 1 ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ നിയർ പോയിന്റ്, വസ്തുവിനെ വിത്തിൻ ദ ഫോക്കസ് വെച്ചു
ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ നിയർ പോയിന്റ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു കൺവേർജിങ് ലെൻസാണ്, മൈക്രോസ്കോപ്പിൻ്റെ ലെൻസാണ് കാണിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് വിത്തിൻ ദ ഫോക്കസ് AB വെച്ചു, അതിൽ നിന്നും പാരലായിട്ട് റേ പോയി, ഫോക്കസിൽ കൂടി കടന്നുപോയി, അടുത്ത ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോയി കാണിച്ചു. ഇവിടെ ആണ്, നമ്മൾ ഇവിടെ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ നമ്മളതിൻ്റെ ബാക്കിലേക്ക് എടുത്തു, ഇമേജ് ഫോം ചെയ്യുന്നു. A', B' ഈസ് ദ ഇമേജ് ഫോംഡ്. അത് നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ബാക്കി റെഡ് ലൈനൊക്കെ നമുക്ക് വഴിയെ പറയാം. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ, മാഗ്നിഫൈ ചെയ്യാനുള്ള പവർ ഓർ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ ബി ടു ദ റേഷ്യോ ഓഫ് ആംഗിൾ, ഇത് ബി അല്ല ബീറ്റ, ആംഗിൾ ബീറ്റ ടു ദ ആംഗിൾ ആൽഫ. റേഷ്യോ ഓഫ് ആംഗിൾ ബീറ്റ ടു ദ ആംഗിൾ ആൽഫ. അപ്പോൾ ചോദിക്കും എന്താണ് ആംഗിൾ ബീറ്റ, എന്താണ് ആംഗിൾ ആൽഫ? ആംഗിൾ ബീറ്റ ഇസ് സബ്ടെൻഡഡ് അറ്റ് ദ ഐ ബൈ ഇമേജ് അറ്റ് ദ നിയർ പോയിന്റ്. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നിയർ പോയിന്റ് കൺസിഡർ ചെയ്തു. ദിസ് ഈസ് ദ നിയർ പോയിന്റ് ഇൻ വിച്ച് ഇമേജ് ഈസ് ഫോംഡ്. അവിടെ ഇമേജും ലെൻസ് ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് ബീറ്റ. എന്താണ്? ആംഗിൾ ബീറ്റ സബ്ടെൻഡഡ് അറ്റ് ദ ഐ ബൈ ദ ഇമേജ് അറ്റ് ദ നിയർ പോയിന്റ്. ഐയും ഇമേജും തമ്മിൽ ദാറ്റ് ആംഗിൾ ഈസ് ബീറ്റ. ആംഗിൾ നമ്മളവിടെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. ആംഗിൾ ബീറ്റ സബ്ടെൻഡഡ് അറ്റ് ദ ഐ ബൈ ഇമേജ് അറ്റ് ദ നിയർ പോയിന്റ്. അടുത്തത് എന്താണ്? ആൽഫ സബ്ടെൻഡഡ് അറ്റ് ദ അൺഎയ്ഡഡ് ഐ ബൈ ദ ഒബ്ജക്റ്റ് അറ്റ് ദ നിയർ പോയിന്റ്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ എങ്ങടാന്ന് വിചാരിച്ചു? നിയർ പോയിന്റിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഐയുമായിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ആൽഫ. നമ്മളിവിടെ മാർക്ക് ചെയ്തു, ദിസ് ആംഗിൾ ഈസ് ആൽഫ, ദിസ് ഈസ് ബീറ്റ. സോ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ M ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ. ബീറ്റ ബൈ ആൽഫ എന്നുള്ളതാണ് കാര്യം. നമ്മൾ നേരെ ഫിഗറിലേക്ക് വരുന്നു. ദിസ് ഈസ് ദ നിയർ പോയിന്റ്. ഇവിടെയാണ് നമുക്ക് ഇമേജ് ഉണ്ടായത്. ഇമേജും ഐയുമായിട്ട് ബീറ്റ ഈസ് ദ ആംഗിൾ. ഐ മീൻസ് ദിസ്, ഈ ലെൻസിൻ്റെ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ബീറ്റ. ആംഗിൾ നമുക്ക് എത്ര എണ്ണം എടുത്തു? ബീറ്റയാണെന്ന് എടുത്തു. ഇനി ഈ വസ്തുവിനെ നമ്മൾ എങ്ങോട്ട് ചേഞ്ച് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു നിയർ പോയിന്റ്. സോ ദിസ് ഈസ് ദ A', ഈസ് ദ ന്യൂ പൊസിഷൻ. ഇതിനെ ബേസ് ചെയ്ത് ഐയുമായിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ദിസ് ഈസ് ആൽഫ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. വൺസ് അഗെയിൻ, വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ നിയർ പോയിന്റ്, ഇമേജ് നിയർ പോയിന്റിൽ ഫോം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ ഈസ് ദ റേഷ്യോ ഓഫ് ബീറ്റ ടു ദ ആൽഫ. ബീറ്റ, ആംഗിൾ ബീറ്റ സബ്ടെൻഡഡ് അറ്റ് ദ ഐ ബൈ ദ ഇമേജ് എവിടെ? അറ്റ് ദ നിയർ പോയിന്റ്. Subtended at the eye by image at the near point, and angle alpha subtended at the unaided eye by the object at the near point. ഇത് ഇമേജ്, ഇത് ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓർ മാഗ്നിഫൈയിങ് പവർ ആണ്. M ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ. സോ നമ്മൾ കേസ് 1, വെൻ image is formed at the near point, M equal to beta by alpha. ഫിഗറിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ A', B', C. ഫസ്റ്റ് ട്രയാങ്കിൾ A', B', C എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്നും ടാൻ ബീറ്റ കണ്ടുപിടിക്കുന്നു. ഈ ട്രയാങ്കിളിൽ നിന്ന് വലിയ ട്രയാങ്കിൾ, അതിൽ നിന്ന് ടാൻ ബീറ്റ, ബീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്നാണ്. A', B' ബൈ C B' എന്ന് കിട്ടി.
ഇനി അടുത്ത ട്രയാങ്കിൾ ഫ്രം ട്രയാങ്കിൾ ഇറ്റ്സ് എ ഡബിൾ ഡാഷ് ബി ഡാഷ് സി, എ ഡബിൾ ഡാഷ് ബി ഡാഷ് സി, അതിൽ നിന്നും ടാൻ ആൽഫ ഈക്വൽ ടു എ ഡബിൾ ഡാഷ് ബി ഡാഷ് ബൈ സി ബി ഡാഷ് എന്ന് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് പറയാം ഫോർ സ്മോൾ ആംഗിൾസ് tan theta is approximately equal to sin theta, that is approximately equal to theta. So നമുക്ക് പറയാം for small angles tan theta is approximately equal to theta. Therefore ഇവിടെ tan beta is approximately equal to beta, tan alpha is approximately equal to alpha. So നമുക്ക് എന്ത് കിട്ടി? alpha equal to a double dash b dash by c b dash. അതിന് എന്തെന്ന് പറയാം? ദിസ് വൺ തന്നെയാണ് എ ബി. എനിക്ക് എന്ത് പറയാം? ഈക്വൽ ടു എ ബി ബൈ സി ബി ഡാഷ്. സി ബി ഡാഷ് നിയർ പോയിന്റിലേക്കുള്ളതാണ്, നമുക്കതിനെ ഡി എന്ന് കൊടുക്കാം. ഡി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നിയർ പോയിന്റിലേക്കുള്ള ഒരു ദൂരം ഡി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മളതിനെ സൂചിപ്പിക്കുന്നു, എ ബി ബൈ ഡി ആൽഫ. ദെൻ ബീറ്റയിലേക്ക് വരുമ്പോൾ ബീറ്റ ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന എ ഡാഷ് ബി ഡാഷ് ബൈ സി ബി എന്ന് തന്നെയാണ്, ഓൾസോ ഡി എന്ന് കൊടുത്തു. നമുക്ക് ആൽഫയും കിട്ടി ബീറ്റയും കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? എം ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ എന്നാണ്, ബീറ്റ ബൈ ആൽഫ. ദെർഫോർ എം ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് ബൈ ഡി ബൈ ആൽഫയ്ക്ക് പകരം നമുക്ക് റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു റെസിപ്രോക്കൽ ഇടുമ്പോൾ തിരിച്ച് ഡി ഡിവൈഡഡ് ബൈ എ ബി, ഡി ഡിവൈഡഡ് ബൈ എ ബി എന്ന് വരുന്നു. എ ഡാഷ് ബി ഡാഷ് ബൈ ഡി ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ, കാരണം ഡിവിഷനാണ് വേണ്ടത്, നമ്മളതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഡി ഡിവൈഡഡ് ബൈ എ ബി, ഡി ഡി ക്യാൻസൽ ഔട്ട്. സോ വി ഗെറ്റ് എം ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ബൈ എം ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി എന്ന് കിട്ടി. എം ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ്, ശ്രദ്ധിക്കുക, എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ്, എ ബി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. നമുക്ക് കിട്ടി എച്ച് ഐ ബൈ എച്ച് ഒ, ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ്. അതിന് നമുക്ക് വി ബൈ യു എന്ന് എഴുതാം. ലീനിയർ മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടാം. അതെന്താണ്? ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കിട്ടി. വി ബൈ യു എന്നുള്ള ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കിട്ടി. സോ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കറിയാം ലെൻസ് ഫോമുല പ്രകാരം 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. എല്ലാ ടേമിനെയും വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് വി ബൈ എഫ് ഈക്വൽ ടു വി ബൈ വി മൈനസ് വി ബൈ യു. ആൻസർ വി ബൈ എഫ് ഈക്വൽ ടു 1 മൈനസ് വി ബൈ യുവിന് പകരം എം എന്ന് കൊടുക്കാം. എം 1 ആംഗുലാർ മാഗ്നിഫിക്കേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഇക്വേഷനോട് ഈക്വലൻ്റ് ആയിട്ട് കിട്ടി. വി ബൈ എഫ് ഈക്വൽ ടു 1 മൈനസ് എം എന്ന് കിട്ടി. സോ ഈ എമ്മിനെ ഇപ്പുറത്തേക്ക് എടുത്തു, ഇതിനെ ഇപ്പുറത്തോട്ടും എടുത്തു. സോ വി ഗെറ്റ് എം ഈക്വൽ ടു, ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ എം പ്ലസ് ആയി, ഇത് അപ്പുറത്തേക്ക് എടുത്തപ്പോൾ മൈനസ് ആയി. 1 മൈനസ് വി ബൈ എഫ് എന്ന് കിട്ടി. എം ഈക്വൽ ടു 1 മൈനസ് വി ബൈ എഫ് എന്ന് കിട്ടി. ഇവിടുത്തെ കേസിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? വി ഈക്വൽ ടു മൈനസ് ഡി ആണ് അല്ലേ, മൈനസ് സൈൻ, കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം മൈനസ് ഡി ആണ്. സോ
m equal to 1 minus d, 1 plus d by f. m equal to 1 plus d by f for when image is formed at the near point. m angular magnification equal to 1 plus d by f. If I is placed, this I is placed behind the lens at a distance a. If I is placed behind the lens at a distance a ആണെങ്കിൽ ഞാനത് ഇവിടെ എഴുതുന്നു. then m equal to 1 plus d minus a by f എന്നായി മാറുന്നു ഇക്വേഷൻ. ഇതിൻ്റെ പ്രത്യേകത a equal to distance from lens to eye. a is the distance from lens to eye. ഇതാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ മാഗ്നിഫിക്കേഷനെ പറ്റി പറയാനുള്ള കാര്യം. ഒന്നാമത്തെ കേസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളതിൻ്റെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തു. ലെൻസുമായി ബന്ധപ്പെട്ട് ലെൻസിൽ നിന്ന് ഐയിലേക്കുള്ള ദൂരം വെച്ചുകൊണ്ട് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ദിസ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. സോ ഇറ്റ്സ് ഇൻഫിനിറ്റി. സോ നമുക്ക് എന്തു പറയാം? വി ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ബീറ്റ ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്ക് മാറുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എ ബി. സോ നമ്മൾ എഴുതി എ ബി ബൈ എഫ്, എ ബി ബൈ എഫ് എന്ന് കിട്ടി. എവിടെയായിരിക്കണം? ഫോക്കസ്. എ ബി ബൈ എഫ്, ബീറ്റ ഈക്വൽ ടു എ ബി ബൈ എഫ് എന്ന് നമുക്ക് കിട്ടി. ദെൻ ആൽഫ അതിൽ ചേഞ്ച് ഒന്നുമില്ല, എ ബി ബൈ ഡി തന്നെയാണ്. എ ബി ബൈ ഡി അത് നിയർ പോയിന്റിലെ കാര്യം തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ. സോ എം ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബൈ എഫ് ഇൻറ്റു ഡി ബൈ എ ബി. എ ബി ക്യാൻസൽ ഔട്ട്, എ ബി ക്യാൻസൽ ഔട്ട്. സോ ഡി ബൈ എഫ്, ഡി ബൈ എഫ്, എം ഈക്വൽ ടു ഡി ബൈ എഫ്. എപ്പോൾ? വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് എവിടെ വെക്കണം? ഇൻഫിനിറ്റിയിൽ വെക്കണം. ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, അപ്പോൾ വസ്തു എവിടെയായിരിക്കണം? വസ്തു ഫോക്കസിലാണ്. അതാണ് എ ബി ബൈ എഫ് എന്നുള്ളത് വന്നത്. എ ബി ബൈ എഫ് ആൽഫ ഈക്വൽ ടു എ ബി ബൈ ഡി. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇത് എ ബി ബൈ എഫ് എന്നായി നമുക്ക് കിട്ടി. ബീറ്റ ഈക്വൽ ടു എ ബി ബൈ എഫ് എന്നായി. ഒബ്ജക്റ്റ് ഇതിൻ്റെ പൊസിഷൻ എങ്ങോട്ട് മാറണം? എഫിലോട്ട് മാറേണ്ടിയിരിക്കുന്നു. കാരണം വസ്തു ഒബ്ജക്റ്റ് എഫിലാണ്. അപ്പോഴാണ് ഇമേജ് എവിടെ ആവുക? ഇൻഫിനിറ്റിയിൽ ആവുക. സോ ദിസ് ഇക്വേഷൻ എ ബി ബൈ എഫ് എന്നായി. ആൽഫ ഈക്വൽ ടു എ ബി ബൈ ഡി ആയി. എം ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബൈ എഫ് ഇൻറ്റു ഡി ബൈ എ ബി, ഡി ബൈ എഫ് എന്നാണ് നമുക്ക് കിട്ടുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇക്വേഷൻ.